മത്തായിച്ച നിങ്ങളുടെ പെരക്ക് തീ പിടിച്ചു. അത്രേ ഉള്ളൂ. നിങ്ങളുടെ വരവ് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. ഷാപ്പിലെ കള്ളം കാണും തീർന്നു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. കർത്താവേ, മാപ്പാക്കണം. മത്തായി എന്നും കുടിച്ചു. കർത്താവിന്റെ കാര്യം മത്തായിക്ക് അറിയാമല്ലോ. മത്തായിയുടെ കാര്യം കർത്താവിന് അറിയാമെന്ന് പറ. പള്ളിയച്ചനെ കൊണ്ട് മത്തായിച്ചന്റെ തലയ്ക്കൊന്ന് പിടിപ്പിക്കണം. ഓ, അതും ചെയ്തു നോക്കി. ഇനി വല്ല കഴുത്തിന് പിടിക്കുന്ന അച്ഛന്മാരും വരണം. കരിസ്മാറ്റിക്കിന് പോയി ഒത്തിരി പേരുടെ കള്ളുകൂടി മാറ്റുന്നുണ്ട്. നമുക്ക് ആ വഴി ഒന്ന് പരീക്ഷിച്ചാലോ? എന്താന്ന് വെച്ചാ ചെയ്യടാ. ആദ്യാനെ നിങ്ങളൊന്ന് കെട്ടിയെടുത്തോണ്ട് പോ. എങ്ങനെയെങ്കിലും ഈ നശിച്ച കുടിയൊന്ന് മാറി കിട്ടിയാ മതിയായിരുന്നു. അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയാണ് അച്ചു. ഞാൻ കുടി നിർത്താം. പക്ഷെ മത്തായി 10 വയസ്സ് തുടങ്ങിയ കൂടിയാ. ഒരു ദിവസം അല്പമെങ്കിലും ചെന്നില്ലെങ്കിൽ ചത്തുപോകും അച്ചു. ആയിക്കോട്ടെ മത്തായിച്ച, പക്ഷേ ഷാപ്പിൽ കയറി കുടിക്കരുത്. വീട്ടിൽ വെച്ച് മാത്രം. അത്രേ ഉള്ളൂ അച്ചു. എന്തുമാത്രം കുടിക്കാമെന്ന് കൂടെ അങ്ങ് തീരുമാനിക്കണം. 1 കപ്പ് കള്ളു കുടിച്ചോളൂ. അതിന് കൃത്യമായി ഒരു സമയവും നിശ്ചയിച്ചിരിക്കണം. ഒരു കാര്യം ചെയ്യൂ മത്തായിച്ച, വിളക്ക് കത്തിക്കുമ്പോൾ മാത്രമേ കുടിക്കാവൂ. അത്രേ ഉള്ളൂ അച്ചു. ഞാൻ ഇനി പുതിയൊരാളായിരിക്കും. ഞാൻ ഇനി നേരിന്റെ പാതയിലായിരിക്കും. കരിസ്മാറ്റിക്കിന് പോയ ചെന്നായടാ. മത്തായിച്ചൻ ആളാകെ മാറിയിരിക്കുന്നു. അച്ഛന്റെ മുമ്പിൽ കുരിശു പിടിച്ച് സത്യം ചെയ്തു, 1 കപ്പ് കള്ളേ കുടിക്കുള്ളൂന്ന്. കർത്താവ് രക്ഷിച്ചു. ഞാൻ കുടി നിർത്താൻ പോകുന്നു. ഇനി എന്നും 1 കപ്പ് കള്ള് മാത്രമേ ഞാൻ കുടിക്കൂ. കർത്താവിന് സ്തോത്രം. സ്വർഗമേ നന്ദി. യുവജനോത്സവത്തിന് നമ്മുടെ മോന് സമ്മാനം കിട്ടിയ കപ്പ. എടിയേ, വന്നൊന്ന് വിളക്ക് കത്തിക്കേ. നിങ്ങൾ എന്നതായി പറയണത്? ഉച്ചനേരത്ത് എന്നാത്തിനാ വിളക്ക് കത്തിക്കുന്നത്? വിളക്ക് കത്തിക്കുമ്പം കുടിച്ചോളാനാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇനി 2 മണിക്കൂർ ഇടവിട്ട് നീ വിളക്ക് കത്തിച്ചോണം. ഞാൻ ഇവനെയും കത്തിച്ചോളാം.